കുന്നിടിച്ചും മല തുരന്നും ഉരുൾപൊട്ടൽ ദുരന്തം ക്ഷണിച്ചു വരുത്തി ഇനിയും ജനങ്ങളെ മരണത്തിന് എറിഞ്ഞുകൊടുക്കരുത്. നീലഗിരിയെ കാക്കുന്ന തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. യുനെസ്കോ അംഗീകരിച്ച അന്താരാഷ്ട്ര ജൈവവൈവിധ്യ മണ്ഡലമായ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും കേരളത്തിലെ വയനാടും നിലമ്പൂരും. കുന്നിടിച്ചും മരം മുറിച്ചും നിയന്ത്രണമില്ലാതെ കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചും ക്വാറികൾ അനുവദിച്ചും വയനാട്ടിൽ നമ്മൾ ഉരുൾപൊട്ടൽ ദുരന്തം ക്ഷണിച്ചു വരുത്തി ജനങ്ങളെ മരണത്തിന് എറിഞ്ഞുകൊടുക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിലും ഖനനത്തിലും നിയന്ത്രണം കൊണ്ടുവന്ന് പരിസ്ഥിതിയെ സംരക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങളെ തടയുന്ന നീലഗിരിയിലെ തമിഴ്നാട് മാതൃകയാണ് ശ്രദ്ധേയമാകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ നീലഗിരി അടക്കമുള്ള പ്രദേശങ്ങളും കർണാടകയിലെ കുടക് ജില്ലയുടെയും ബന്ദിപ്പൂരിന്റെയും ഭാഗങ്ങളും കേരളത്തിലെ വയനാട് നിലമ്പൂർ മേഖലയും ചേർന്നതാണ് നീലഗിരി ബയോസ്ഫിയർ. 5520 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖല അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ്. യുനെസ്കോയുടെ മനുഷ്യനും ജൈവ വൈവിധ്യവും എന്ന പദ്ധതിയിൽ ഇന്ത്യയിൽ ആദ്യത്തേതാണ് നീലഗിരി ബയോസ്ഫിയർ. വയനാടിനെ അപേക്ഷിച്ച് ദുർബലമായ മണ്ണാണ് നീലഗിരിയിലേത്. വലിയ മലനിരകളും ബലമില്ലാത്ത മണ്ണുമുള്ള നീലഗിരിയിൽ ഉരുൾപൊട്ടൽ സാധ്യത വയനാട്ടിനേക്കാൾ ഏറെയാണ്. 2000 യുനെസ്കോയുടെ നീലഗിരി ബയോസ്ഫിയർ പ്രഖ്യാപനത്തോടെ തമിഴ്നാട് സർക്കാർ നീലഗിരിയിലും കൊടൈക്കനാലിലും ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തുകയും കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ വികസന നയം കൊണ്ടുവരികയായിരുന്നു. മരം മുറിക്കുന്നതിനും കുന്നും മലകളും ഇടിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനും നിയന്ത്രണം കൊണ്ടുവന്നു. തോട്ടഭൂമികളിൽ കൃഷിയല്ലാതെ ഭൂമി മുറിച്ച് വിൽപ്പന നടത്തിയും തരം മാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമെതിരെ നിയമം മൂലം നിയന്ത്രണം കൊണ്ടുവന്നു. ക്വാറിയുടെ പ്രവർത്തനം തടഞ്ഞു. പരിസ്ഥിതി ലോല മേഖലകളിൽ ക്വാറിക്ക് നിരോധനം ഏർപ്പെടുത്തി. നീലഗിരി ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് പ്ലാൻ പ്രകാരം തമിഴ്നാട് സർക്കാർ ഭൂവിനിയോഗത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവന്നു. തമിഴ്നാട് ഹിൽ സ്റ്റേഷൻസ് പ്രിസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2002 അനുസരിച്ച് നീലഗിരിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കി. ഇതിനു പുറമെ ഭൂവിനിയോഗത്തിലും കെട്ടിട നിർമ്മാണത്തിലും കാലാകാലങ്ങളായി നീലഗിരി ജില്ലാ കളക്ടർ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഈ നിയന്ത്രണങ്ങളും മുൻകരുതലുകളും പരിസ്ഥിതി ലോല മേഖലയായ നീലഗിരിയിൽ ഉരുൾപൊട്ടലും മരണനിരക്കും കുറയ്ക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയത്. നീലഗിരിയിൽ തമിഴ്നാട് സർക്കാർ ക്വാറികൾ അടച്ചുപൂട്ടിയപ്പോൾ അവിടേക്കുള്ള കല്ലും മണ്ണും വരെ കൊണ്ടുപോയത് വയനാട്ടിൽ നിന്നും നിലമ്പൂർ മേഖലയിൽ നിന്നുമാണ്. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടും കെട്ടിട നിർമ്മാണത്തിലും ക്വാറികളുടെ കാര്യത്തിലും ഒരു നിയന്ത്രണവും വയനാട്ടിലും നിലമ്പൂരിലും ഉണ്ടായില്ല. നീലഗിരിയിൽ പുതിയ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ വയനാട്ടിൽ മനുഷ്യരെത്താത്ത മലനിരകൾ പോലും ടൂറിസം ലോബിക്ക് റിസോർട്ട് നിർമ്മിക്കാനായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ തോട്ടഭൂമികൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ സർക്കാരിന് തിരിച്ചെടുക്കാമെന്ന നിയമത്തിൽ ഇളവ് വരുത്തി തോട്ടഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മുൻ UDF സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ മറവിലാണ് തോട്ടഭൂമികളിൽ കൂണുകൾ പോലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും മുളച്ചുപൊന്തിയത്. താമസത്തിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന ഭൂപതിവ് ചട്ടം ഈ സർക്കാരാണ് ഭേദഗതി ചെയ്തത്. ഇതിലൂടെ തോട്ടഭൂമികളിലും കൃഷിഭൂമികളിലും റിസോർട്ടുകൾക്ക് പുറമെ ക്വാറികളും വൻകിട സ്ഥാപനങ്ങളും വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. വയനാട്ടിൽ മരം മുറിച്ചും മണ്ണിടിച്ചും 4000-ഓളം റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് പണിതിട്ടുള്ളത്. പരിസ്ഥിതി ലോലമായ എല്ലാ മലമടക്കുകളിലും റിസോർട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാരത്തടക്കം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കാമൽഹംബ് മൗണ്ടൻസിൽ 1000-ലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ഉള്ളത്. വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ വൈത്തിരി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നാടുകാണി വരെ വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച കാമൽഹംബ് മൗണ്ടൻസ് എന്ന 2000 മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് ഈ റിസോർട്ടുകൾ. വൈത്തിരി, മേപ്പാടി, മുപ്പൈനാട് എന്നീ പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ നാടുകാണിയിലുമായിട്ടാണ് ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നത്. റിസോർട്ടുകളുടെ ഭാഗമായി മലമുകളിൽ മരം മുറിച്ചും മണ്ണിടിച്ചും നടത്തുന്ന നിർമ്മാണങ്ങളും തടയണ കെട്ടലും അടക്കമാണ്
സോയിൽ പൈപ്പിങ്ങിനും ഉരുൾപൊട്ടലിനും ഇടയാക്കുന്നത്. ഈ മലനിരകളിലെ വെള്ളരിമല, ചെമ്പ്രമല, 900 കണ്ടിമല, അരുണമല എന്നിവിടങ്ങളിലായി ചെങ്കുത്തായ മലനിരകൾ ഇടിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കുന്നിൻ മുകളിൽ റിസോർട്ടുകൾ വരുന്നത്. കാട്ടരുവിയിലെ നീരൊഴുക്ക് തടഞ്ഞ് തടയണ കെട്ടിയാണ് ഇവർ നീന്തൽ കുളത്തിലേക്കുള്ള വെള്ളം വരെ സംഭരിക്കുന്നത്. മരം മുറിച്ചും തടയണ കെട്ടിയും ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തിയുമുള്ള നിർമ്മാണങ്ങൾ മേൽമണ്ണിളകി കനത്ത മഴയിൽ ഉരുൾപൊട്ടലിന് ഇടയാക്കുമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. കാമൽഹംപ് മൗണ്ടൻസും ഈ മലവാരത്തെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ, മേപ്പാടി എന്നീ സ്ഥലങ്ങളൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതുമാണ്. വയനാട് ജില്ലയിൽ 4000-ഓളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ടൂറിസം ഡയറക്ടർ അനുമതി നൽകിയിട്ടുള്ളത് കേവലം 22 ഹോം സ്റ്റേകൾക്കും 9 സർവീസ് അപ്പാർട്ട്മെന്റുകൾക്കുമാണ്. റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അടക്കമുള്ളവ ആവശ്യമുണ്ട്. എന്നാൽ ഇവയൊന്നുമില്ലാതെയാണ് അനധികൃത റിസോർട്ടുകൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ റിസോർട്ടുകളെക്കുറിച്ച് യാതൊരു കണക്കും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ടൂറിസം വകുപ്പിന്റെയും പക്കലില്ല. കേശവേന്ദ്രകുമാർ വയനാട് കളക്ടറായിരിക്കെ 2015 വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി 5 നില വരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ 3 നില കെട്ടിടങ്ങൾക്കുമാണ് അനുമതി നൽകിയിരുന്നത്. വൈത്തിരി പഞ്ചായത്തിൽ 2 നില കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ച് വൻകിട കെട്ടിടങ്ങളാണ് വയനാട്ടിൽ ഉയരുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെ തുടർന്നുണ്ടാക്കിയ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും ഭീഷണിയാണ്. നീലഗിരിയിലെ പരിസ്ഥിതിയും ജനങ്ങളുടെ ജീവനും കാക്കാൻ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വയനാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിൽ കേരളവും കാണിക്കണം. പ്രകൃതിയും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കുന്ന വികസന കാഴ്ചപ്പാടിലേക്ക് മാറാതെ മരം മുറിക്കലും കുന്നിടിക്കലും മലതുരക്കലും തുടർന്നാൽ കേരളത്തെ കാത്തിരിക്കുന്നത് മുണ്ടക്കൈയേക്കാൾ വലിയ ദുരന്തങ്ങളായിരിക്കും. മുണ്ടക്കയിലും കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലും മണ്ണിനടിയിലായവരുടെ നിലവിളിയും അവരുടെ ഉറ്റവരുടെ വിലാപങ്ങളും ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കണം.